മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തിരുസഭയെ അവഹേളിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളെ, ധാരാളം പുരോഹിതരെ, സന്യസ്തരെ, ഇടയന്മാരെ എല്ലാം കാണുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നാം ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, അവസാന നാളുകളിൽ അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ ദൈവജനത്തെയും തൻ്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ കാണുവാൻ സാധിക്കും. ജ്ഞാനം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കേണ്ടത് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകൂ. നാം ദേവാലയങ്ങളിലെത്തി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അത്യുന്നതനായ ദൈവം നമ്മളിൽ വർഷിച്ച ആത്മാവിന് വിശുദ്ധി ലഭിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. തീർച്ചയായും ദൈവം നമുക്ക് തന്നിരിക്കുന്ന സഭ, അത് യേശുക്രിസ്തുവിലൂടെ, അതിലെ കൂദാശകളിലൂടെ വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ നിത്യമായ ജീവനിലേക്ക് എത്തുവാൻ സാധ്യമാകൂ എന്നത് തന്നെയാണ്. എന്തെന്നാൽ നമ്മളുടെ യാതൊരു പ്രവൃത്തിയും കൊണ്ടും സ്വർഗീയ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. ഇന്ന് നമ്മുടെ സഭയിലുടനീളം സമ്പത്തിനു വേണ്ടിയും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പുരോഹിതരും ഇടയന്മാരുമെല്ലാം കർത്താവായ ദൈവം നൽകിയ ദൗത്യം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്നുള്ള ഉടമ്പടിയെ തെറ്റിച്ചുകൊണ്ട് ഇന്ന് ഈ ലോകത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ഗണത്തെ കാണുമ്പോൾ നാം മനസ്സിലാക്കുക, ഇവരിൽ നിന്നുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവർ നമ്മളെ ദുഷ്പ്രേരണ നൽകി നിത്യമായ നാശത്തിലേക്ക് നമ്മളെ നയിക്കുമെന്നത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കണം. അതിനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി നാം കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ പ്രാർത്ഥനയും ഉപവാസത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. അതിനുള്ള കൃപകൾ ലഭിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക. ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.